ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല. ഇന്നലെ സ്റ്റിച്ച് അതെ, ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് വരാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ പനി ഉണ്ടേനു, അതൊന്നും കൂടി കാണിക്കാൻ വേണ്ടി പോയി. ഇന്നും കൂടി ഉണ്ടെങ്കിൽ ബ്ലഡ് എല്ലാം ചെക്കാക്കാൻ പറഞ്ഞേനു. പക്ഷേ എങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇതെല്ലാം ചെയ്ത് കൊണ്ട് ഒന്നും വെള്ളം നനക്കരുത് പറഞ്ഞുകൊണ്ട് മേലങ്ങനെ തുണി മുക്കി തുടക്കലാന്ന്. അങ്ങനെ തല ഇതൊന്നും കുളിപ്പിച്ചിട്ടില്ലേനോ, മുടിയല്ലാവണ്ട എണ്ണയും തൊടാണ്ട് ഇതായിട്ടാ ഉള്ളത്. മുടി മുറിക്കണമെന്ന്. എനിക്കിപ്പോൾ ക്ഷീണാന്ന്, ഞാനിങ്ങനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യലാന്ന്. അപ്പൊ അമ്മ അതായിരുന്നു ചോറും കറിയെല്ലാം ആക്കുന്നുണ്ട്. അമ്മ നത്തലും കരിയിലാക്കുന്നുണ്ട്. അമ്മ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാക്കും നത്തൽ പറയുമ്പോഴാണ് എനിക്കും ഇഷ്ടമാണ് നത്തൽ. കുഞ്ഞു മീൻ അത് നല്ല രസമല്ലേ കരിച്ച് കൂട്ടാൻ. അപ്പം അത് പൊരിക്കലാണ്. അത് ഞാൻ ഇവിടെ കുറച്ച് നത്തൽ വാങ്ങിനി. അതെന്ന് പറഞ്ഞാൽ മോക്ക് നല്ല ഇഷ്ടമാണ്. മീൻ അങ്ങനെ വേണ്ടാണ്ടില്ല. അപ്പോൾ അത് കുറച്ച് കറിയും വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്തു. കുഞ്ഞുമോനാണെങ്കിൽ അതിലപ്പുറം ഇഷ്ടമാണ് കുഞ്ഞു മീൻ. ഈ നത്തലിനാണ് അവന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അത് കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനും. അപ്പം അത് നുള്ളിയിട്ട് കുറേ സമയമായിപ്പോയി. എന്നാകെ അതിൻ്റെ നകത്തോടെ നുള്ളിടം തലയും പാലും അങ്ങനെ വൃത്തിയിടുന്നില്ല. നല്ല മീനാണ്. നോക്കുമ്പോൾ ഇതിപ്പോൾ പൊരിച്ച് നല്ലോണം പൊരിയണം, മുരിഞ്ഞ് പൊരിയണം. അതിനകത്തിങ്ങനെ വെച്ച് കാത്തു വെക്കുന്നത്. എന്നിട്ട് പൊത്തി വെച്ചപ്പോൾ കുറച്ച് ഭക്ഷണത്തിനെല്ലാം വളരെ കുറവാണ്. വേണ്ട, വെള്ളമാണ് തീരെ കുടിക്കാൻ കഴിയുക. ഭക്ഷണം പിന്നെ 2 ദോശയെല്ലാം എങ്ങനെയായിട്ട് തിന്നുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ട്. അതെല്ലാം ഉണ്ടാവും. അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആദ്യം അങ്ങനെ തന്നെയേനു. എന്നാൽ നമുക്കെല്ലാം നമുക്കിടെ അമ്മ പറ്റ മക്കൾക്കെല്ലാം അങ്ങനെ വേണ്ടാണ്ട് ഉണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിനി. പക്ഷേ ഓള അന്നേരം ആദ്യമായിട്ട് വന്നപാടായിട്ട് നോക്കൂ ഒന്നും ഇത് എന്നാന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പുറത്ത് കാണിച്ചിട്ടില്ല. ഓള് സഹിച്ചു പിടിച്ചു. ഇബിമിനൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കിടത്തോ ഇരുത്തോ ഓരോർക്ക് എണീറ്റ് വരും. എനിക്ക് അടുക്കളയിൽ പണിയൊന്നും എടുക്കണ്ട. എന്നാൽ ഓൾ അടുക്കളയിൽ ഒരിക്കൽ വന്ന് കിട്ടിയാൽ എനക്കൊരു പണിയെടുക്കാൻ ഉത്സാഹമാണ്. അമ്മ ഒറ്റയ്ക്ക് അതെ, എടുക്കില്ല, എടുക്കൊന്നും വേണ്ട. ഇവിടെ വന്ന് നിന്നാൽ എനക്ക് എണീറ്റിട്ട് കണ്ടാൽ എനിക്കൊരു സമാധാനമാണ്. അതാണ് അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ്. ഞാനായപ്പോൾ അവിടെ കിടന്നിട്ട് പോക്കും എന്തെല്ലോ ഒരിതുണ്ടാവും. അതുപോലെ അടുക്കളയിൽ ഇപ്പോഴൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ട് കുറച്ച് സമാധാനമായി. ചോറായി, കറിയുമായി, ഇത് വറക്കാൻ വെച്ചിട്ടുണ്ട്. അത് വറവുമായി. എന്നാ പിന്നെ ഇനി ഇന്നത്തേതായി. ഇനി ഇപ്പൊ അത് കുടിക്കാനുള്ള വിഷമം അതിപ്പോ കുടിപ്പിക്കാനാണ്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭക്ഷണം ഇപ്പൊ വരികയാണ്. രാത്രി ഞാൻ എണീച്ച് കഞ്ഞി കുടിച്ചാല് എന്തോ ഒരു പോച്ചലാണ്. ഞാൻ വിചാരിച്ചപ്പോ രാത്രി കുടിക്കുന്നത് സമയം ഇങ്ങനെ നിന്നാല് മോനെ ഭയങ്കര വിശപ്പായിരിക്കും. അന്തിയൂള് തിന്നു. ഓരോരുത്തർക്ക് അങ്ങനെ വേണ്ടിയല്ല. പല തരത്തിലുമാണ് ഇത്. ഇതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമോള് വല്ലാതെ തീറ്റയാണ്. ഇങ്ങനെ ദിവസം തെറ്റിക്കഴിഞ്ഞാൽ ഓക്ക് തിന്നാൻ ഒരുവരപ്പാടാന്ന്. പക്ഷെ അത് നല്ലതാണ്, നല്ല തടിക്ക് നല്ലതാണ്. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് ഒന്നിൻ്റെ മണം കേട്ടൂടാ. ചില സമയത്ത് എന്തെല്ലോ തോന്നും. അതാണ്, അതങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കുടിക്കാൻ കഴിയാത്ത ചൂടുവെള്ളം ഇളനീരാണ് മെയിന്. ഇളനീരാകുമ്പോൾ ഒരു മൽക്ക് പിടിച്ച പോലെ ഉണ്ടാവും. അതൊക്കെ എന്തോ പോലെ എന്ന് പറയുന്നില്ലേ. ഇതെല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് സാരമില്ല എന്ന് പറയുന്നത്. ഇളനീര് കുടിച്ചാൽ നല്ല സാധനമാണ്. പക്ഷെ വല്ലാതെ കണ്ണു തുറന്നാൽ കിട്ടൂല. അങ്ങനെയുണ്ട്. തണുത്ത വെള്ളവും അല്ലേ, തടിക്ക് നല്ലതാണ്. പിന്നെ ഇളനീരും കുടിച്ചില്ല. എന്നാ പാടെ ഇളനീരുണ്ട് കൊത്തി കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നങ്ങനെ എണീച്ച് വന്നുകൊണ്ട് വിശേഷങ്ങളെല്ലാം പറയാൻ വെച്ചിട്ടാണ്. മസാല വശക്കെല്ലാം പറഞ്ഞു തുടങ്ങി കേട്ടാ. മീന് കൊണ്ടുത്തരാ കേട്ടോ, വെയിറ്റ് കൊണ്ടുത്തരാ. ഓനോ പനി കുറച്ച് സമാധാനമായിട്ട്. അപ്പോൾ എൻ്റെ മോള് വന്നിട്ടുണ്ട്. കഞ്ഞിയും കറിയെല്ലാം ആയി. നമ്മൾ കുടിക്കാൻ നോക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് ഇയാളെല്ലാവരും കൂടെ ഒപ്പരം ഇരുന്ന് 2 മണി കഞ്ഞിയും കുടിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെയാണ്. ചേച്ചി വന്നപ്പോൾ അതായിരുന്നു. അത് കവിക്ക് വിശേഷമെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം എന്തെങ്കിലും മരുന്നിൻ്റെയൊന്നും തിരക്കായിട്ട് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഓടി വന്നതാണ് കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ
പിന്നെ ഇതറിഞ്ഞ പിന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഒരിക്കൽ വാവേനെ നമുക്ക് ഒരിത് എടുത്ത് കളിക്കാനാ. കുറേ ആയില്ല, ഇപ്പം ഋത്തിക്ക് കുറച്ച് വലുതായില്ലേ. എന്നാൽ പിന്നെ വേറെ ഒരു വാവ ആണായാലും പെണ്ണായാലും ആരോഗ്യത്തോടുള്ള ഒരു കുട്ടീനെ കിട്ടണം എന്നാണ് നമ്മളൊരു ഗർഭിണി ആയിരിക്കുമ്പോ ആഗ്രഹിക്കേണ്ട കാര്യം പറഞ്ഞ. അതെ. അങ്ങനെ അപ്പോൾ ഞാൻ മോനോട് എപ്പം പറയാം, നീ എൻ്റെ വെള്ളക്ക് വാടാ, ഞാൻ ആരെയാടാ കൊഞ്ചിക്കണ്ട എന്ന് വാ മോനെ അച്ഛമ്മൻ്റെ വെള്ളക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോൾ പറയും, ഞാൻ ഒരു വാവേനെ മേടിക്കാൻ പറയും, ഇപ്പം അമ്മയുടെ വാവേനെ മേടിക്കാൻ പറയും എന്ന് പറയലുണ്ട്. ഇനിയും വരും അതെ കൊഞ്ചിക്കാൻ വേണ്ടി. എന്തുണ്ട് ഋത്തിക്ക എനിക്കെന്നാ പറയാനല്ലേ? സന്തോഷം തന്നെ അല്ലേ ഋത്തിക്ക? നമുക്ക് നാണം ഏട്ടനാകുന്നതിൻ്റെ നാണം. കുഞ്ഞുമാവാൻ ഓനേല് പറയുന്നത് ക്ഷീണിച്ചു പോയി വല്ലാതെ. ശ്രീമായി ചേച്ചിയല്ലേ അല്ലേ? പൊങ്ങലാന്ന്, ഭയങ്കര പൊങ്ങലാന്ന്. ചേച്ചി വർത്താനത്തിനിടയ്ക്ക് തുണീനെ മറന്നുപോയി. കുറച്ച് ആറ്റുള്ളവരെ അടുത്ത് വെയിലത്ത് ഇട്ടിയാണ് നമുക്ക് മഴ പെയ്തു. അതുമല്ല ഓള് തുണി നോക്കിയിട്ട് ഇത്ര സമയം അറിയാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിമാരെല്ലാവരും പോയി. അപ്പോൾ വൈകുന്നേരമായി ചായ വെക്കാൻ നോക്കലാന്ന്. അപ്പോൾ ചേച്ചി അമൃതപ്പൊടി തന്നിനു. അപ്പോൾ അതാ അമൃതപ്പൊടി കാണുമ്പോൾ പണ്ട് ഋത്തിക്ക് ചെറുപ്പതായിരിക്കുമ്പോൾ കുറേ അമൃതപ്പൊടി അങ്ങന്മാടിന് കിട്ടലുണ്ട്. അപ്പോൾ അന്നേരം എന്തെല്ലോ നമ്മൾ അതിനെ കൊണ്ട് ആക്കലുണ്ട്. പുട്ടു, ദോശയോ അങ്ങനെ ഉണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ആക്കലുണ്ട്. പായസം ഇന്നതെന്ന് പറയാനില്ല, ഇതെല്ലോ ആക്കാം. ഒരിക്കൽ ഇതുപോലെ അംഗൻവാടിന്ന് ഇത് അമ്മമാര് അമൃതപ്പൊടിയിൽ എന്ത് സാധനം വേണമെങ്കിൽ ആക്കിയിട്ട് കൊണ്ടുതരാം. അവർക്ക് നല്ല ഇതുള്ളവർക്ക് ഒരു സമ്മാനം ഉണ്ട് പറഞ്ഞിട്ട് നമ്മളിരുന്ന് അമൃതപ്പൊടിന്റെ പായസം വെച്ചിട്ടാണ് കൊണ്ടുപോയി. ഓരോരുത്തരും ഓരോന്ന് നമ്മൾ അവിടെ പോയി നോക്കുമ്പോ എന്തെല്ലാം ഐറ്റമാണ്, എന്തെല്ലോ ഐറ്റം. അപ്പൊ നമ്മളപ്പോ വിചാരിക്കും ഇത്ര സാധനം ഇതിനെ കൊണ്ട് ആക്കാല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടാൾക്ക് കിട്ടിന് പായസം. എന്റേത് കുറച്ച് ഇതായിപ്പോയി, കട്ടിയായിപ്പോയി സമ്മാനം കിട്ടിയത്. അതുകൊണ്ട് രസമുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കട്ടിയായിപ്പോയി. അപ്പോൾ അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ നമ്മൾ ആക്കിനേനു. പിന്നെ ഞാൻ കർണാടകത്തിലെ കുഞ്ഞായിരിക്കും പോലെ ആയിരിക്കും അംഗൻവാടി പോകുന്ന സമയത്ത് ആടുന്നൊരു സാധനം ആക്കി തരുന്നുണ്ട്, ഉണ്ട. ചെറുപ്പത്തിൽ എനിക്കത് ഇപ്പൊ ഓർമ്മയുണ്ട്. വെച്ചാൽ ആ ഒരു അതിന്റെ ടേസ്റ്റ് നമ്മളടുത്ത് ഉപ്മാവല്ലേ നമ്മളെടുക്കാൻ ഒരു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതാന്ന് തോന്നുമോ? അത് നീ പറയുമ്പോൾ ഇതേ ഇതിന്റെ പോലത്തെ വേറൊരു സംഭവമാണ്. അതൊരു വിളമ്പലാണ്. അതൊരു ഉണ്ട, ഇത്ര വലിയ ഉണ്ട ഉണ്ടാവും. അത് തിന്നാൻ തീറൂല. ഓരോരോ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടയാക്കിട്ട് കഴിച്ചാൽ കൊടുക്കും. അത് കർണാടകത്തിൽ വേറെ ആയിരിക്കും നമ്മളെടുത്ത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഇത് കാണുമ്പോ പോഷക ഇതല്ലേ? അതെ, ഇത് മതി, ഇനിയൊന്നും വേണ്ട. എല്ലാ പോഷകാഹാരം കൂടിയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പൊ ഇതിൽ തന്നെ 4 തരം അവർ കാണിച്ചിന്: പുട്ട്, വട, ഇലയട, സ്വീറ്റ്സ്, ഇങ്ങനത്തെ എല്ലാം. അപ്പോൾ ബിജുവാട്ടിനെ നേരത്തെ പറഞ്ഞു മസാല ദോശ കൊണ്ടുതരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്, ഇത് നമുക്ക് കാച്ചിട്ട് ഇന്ന് ചായക്ക് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മസാല ദോശ ക്യാൻസൽ. അപ്പോൾ നമുക്കിത് അമൃതപ്പൊടി കാച്ചൽ. അനക്കോന്ന് ഇതില് വെല്ലം ഉണ്ടോന്ന് ചോപ്പ് കാണുമ്പോലേ. ഇതില് അത്യാവശ്യം മധുരം ഉണ്ടാവും. മധുരം ഉണ്ട്. നമുക്കിനി അധികം മധുരം വേണമെങ്കിൽ ഇട്ടിട്ട് കാച്ചാം. ഇത് കുട്ടികള് പച്ചയും പരുത്തുന്നപ്പ വിശക്കുന്നതിന് എൻ്റെ ഋത്തിക്കെല്ലാം പണ്ട് അനുവെല്ലാം പച്ച വാരി തിന്നലുണ്ട്. ഋത്തിക്കിന് വേണ്ടതിന്റെ കോപ്പ തട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇത് കാച്ചുമ്പോ നമ്മളെ മരുന്ന് വീഴുന്ന പോലെ തന്നെയാണ്. ഇളക്കിക്കോടുക്കട പതക്കുന്നവരെ, അല്ലെ പിന്നെ ഇതിന്റെ അടി പാത്രത്തിന്റെ അടിയിൽ പോയി പാലെല്ലാം കൂട്ടിയാല് പാലും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇതെല്ലാം കൂട്ടിയാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് ഒന്നും കൂട്ടുന്നില്ല, പിന്നെ കുടിക്കാം. നേരമില്ല അതുകൊണ്ട് കാപ്പിക്കങ്കിലല്ലേ വെറിയുണ്ടല്ല. അത് മധുരമുള്ള മുതലാണ്, പക്ഷെങ്കിൽ ലേശം മധുരം ഇട്ടേക്കാൻ തോന്നും ഓക്കൊരു രുചിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത്രേ പണിയുള്ളൂ, എളുപ്പമുള്ള പണിയാണ്. ലേശം തേങ്ങ ചരിയിട എല്ലാം ഇതിൻ്റെ അകത്ത് എന്തെല്ലോ വേണമെങ്കിൽ നമുക്ക് രുചിക്ക് ചേർക്കുകയല്ലോ ചെയ്യാം. അപ്പൊക്കെ ഇപ്പൊ കുഞ്ഞ് 6 മാസത്തെ കുട്ടിക്കെല്ലാം നമ്മള് കാലിൽ കടത്തിയിട്ട് കൊടുക്കുമ്പോ ഇങ്ക് കാച്ചല് കാച്ചിട്ട് കോരി കൊടുക്കല്ലേ. അതിന്റെ നമ്മള് കൊറേ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ആ ഫോണ് പോയാലും അതെല്ലാം പോയിട്ടു. അതിന്റെ അകത്ത് തന്നെ കൊറേ ഫോട്ടോ ഇങ്ങനെ ഇങ്ക് കാച്ചുന്നേ. അന്നേരം ഒരു പാട്ട് പാടി, ആരാ അല്ല ഏതോ ഒരു പാട്ട് ജയരാമിന്റെ ആ
അതന്നെ കിങ്ങിണി മുത്തേ ആ പാട്ട് പാടിയിട്ടാണ് ഞാൻ ഋത്തിക്കിന് ഇങ്ങി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടത്. ഒന്ന് പാടുവോ പാട്ട് ഒന്നും കൂടി? അത് ശരിക്കും ഓർമ്മയില്ല, വരി തെറ്റിപ്പോവും. എന്നാലും സാറ ഇനിയിപ്പോ എന്തായാലും പാടണല്ലോ. കുഴപ്പമില്ല, എന്നാലും വേറെ പാടാ കുറെ ഇതെല്ലോ പാട്ടുണ്ടല്ലോ. പാടാ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഒരുങ്ങിയതായി ചിത്തിയണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിണികിണിയോ കളിയാട വരും നേരം കാതോത്തിടുയമ്മ. പിച്ച പിച്ച വെക്കും കൺമണി ലവ് അപ്പച്ചിയായിട്ടുണ്ട്. ഋത്തിക്കിന് അങ്ങനെ ശരിക്കും എന്നാ കൊറേ കോരി കൊടുക്കണേ. കൊടുക്ക് നല്ല രസമുണ്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് കുറേ വട്ടം കുടിപ്പിച്ചാല് കിട്ടിയാ നല്ല രസമുണ്ടത്. ഇതിലിങ്ങനെയാക്കാം കമ്മൽ. നമ്മൾ ഇതിന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശനിയാഴ്ച ദിവസം ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്രാഫ്റ്റ് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാവരും ഇല്ല, ചില കുട്ടികൾ മാത്രം. വെച്ചാൽ കുറച്ച് ടീം ക്രാഫ്റ്റുക്കും കുറച്ച് ടീം കളിക്കുന്നതും കുറച്ച് ടീം വേറെ പേപ്പറിൽ എന്തെല്ലോ വെച്ചിട്ടാക്കാനും അങ്ങനെ കുറേ ഡിവൈഡായിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചേർന്നാണ്. അപ്പോൾ എല്ലാത് ശനിയാഴ്ച ക്രാഫ്റ്റ് ഒരു ടീച്ചർ വന്നിട്ട് ഒരു സാധനത്തിനെ കൊണ്ട് ഇങ്ങനെ ആക്കാൻ, ഇങ്ങനെയല്ല വേറെ ഒരു സംഭവം ആക്കാന്ന് കാണിച്ചു തരും. അപ്പോൾ നമ്മളെ കൊണ്ട് രണ്ടോട്ടം ആടുന്ന് ആക്കിക്കും. കമ്മലെല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മൾ കമ്മലാക്കിയിട്ട് പിറ്റേ ദിവസം നമ്മൾ അതിട്ടിട്ട് കോളേജിൽ പോയിട്ടുമുണ്ട്. ഫാഷൻ ഡിസൈൻ പോലത്തെ കമ്മൽ നല്ല രസമാണ്. അത് കുറേ കളർ പേപ്പറിലാക്കുമ്പോൾ കുറേ കളർ കമ്മലായില്ലേ, നല്ല രസമാണ്. അപ്പോൾ അതുപോലെ ആക്കിയിട്ട് കൊണ്ടുപോകണം. അതിൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിലുണ്ടേനു, ഇപ്പോൾ കാണുന്നില്ല. അലമാരയിലുണ്ടേനു. അത് ഇപ്പോൾ പഴയതായപ്പോൾ അവിടെ ഉണ്ടോ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ സ്കൂളും വിട്ടൊന്ന് കുറച്ച് നേരം പോയി. പിന്നെ 10ാം ക്ലാസ് ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പോയി. അപ്പോൾ മാമിൻ്റെ വിശേഷം എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നാൾ ഋത്തിക്കിനടുത്ത് കൊഞ്ചിച്ചിരുന്നത്, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനും കൂടി കിട്ടുമല്ലോ. ഞാൻ ആദ്യം സന്തോഷിച്ചില്ല, പിന്നെ കുഞ്ഞുതാവാം. എനിക്ക് ഋത്തിക്ക് ആദ്യം നടക്കാൻ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നടന്നു തുടങ്ങിയാൽ പിന്നെ ഇവരെടുക്കാൻ വിടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ഋത്തിക്ക് തന്നെ എടുക്കാൻ വിടുന്നുണ്ട്. അല്ല കുഞ്ഞു അപ്പം എടുത്ത് നടക്കാൻ ഒരു കുഞ്ഞിനെ കൂടി കിട്ടിയപ്പോൾ സന്തോഷം. വരട്ടെ, കാത്തിരിപ്പാണ് ഇനി, കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ. സന്തോഷം. അപ്പോൾ നാളെ നമുക്ക് കവിൻ്റെ ചെക്കപ്പിന് പോകണം. ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഡോക്ടർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നാളെ നമ്മൾ ഉച്ചക്ക് പോകും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് പേര് നമുക്ക് ആശംസകളോ എല്ലാം അറിയിച്ചു. എല്ലായിടത്തും നന്ദി അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറേ പേര് എൻ്റെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും നമ്മളെ സ്നേഹം എല്ലായിടത്തും അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ ചെക്കപ്പിന് പോകണം. പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.